guys, welcome back to another video of Demon Gang Gaming. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം 2 വേൾഡ് ഓൾറെഡി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈസിയിലാക്കിയേക്കാം, കുറച്ച് ചീറ്റിങ്ങൊക്കെ വേണം ഗൈസ്. അപ്പം ഇതിൽ ലെറ്റ്സ് പ്ലേ നട്ടിട്ടുണ്ട്. പിന്നെ ഓക്കെ, സീഡ് കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഷെയ്ഡ് പാക്കിന് പകരം ഒരു ടെക്സ്ചർ പാക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ സീഡൊന്നും വേണ്ട. സീഡൊക്കെ നിങ്ങൾ കമൻറ്റിലിടുക. ഇനി അടുത്ത ഗെയിംസൊക്കെ മുതൽ സീഡ് വേണമെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ 1.19 അപ്ഡേറ്റിലാണ് കേട്ടോ കളിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ടെക്സ്ചർ പാക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നാപ്പ് എന്നാണ് കേട്ടോ. അത് നമ്മളെ ഖത്തർനാക്ക് വൺ സ്പോട്ടിൻ്റെ ഒക്കെ ഷെയ്ഡറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി, എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇനി കളിക്കുക. കണ്ടതാണ് കേട്ടോ ഷെയ്ഡറും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമുക്ക് മരം എടുക്കാം. മൈൻക്രാഫ്റ്റിൻ്റെ ഡെയിലി റൂട്ടീൻ. ഓക്കെ, അപ്പം മരം മുറിച്ച് കൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇത് ഞാൻ പോക്കറ്റ് എഡിഷനാണ് ഇവിടെ പറഞ്ഞേക്കാം. ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു സ്റ്റിക്കും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു സോഡ്. ഇനി വല്ല ഏതെങ്കിലും ഷീപ്പിനും കാര്യത്തിനൊക്കെ അടിച്ചു കൊന്ന് ഫുഡും ഇതൊക്കെ നേടാം. ഇങ്ങോട്ടാണ് ഓടുന്നത്. നല്ല ഇതാണ് കേട്ടോ. ഇവ എത്രയാണ് ഡ്രോപ്പ് ചെയ്യും? ഇവൻ 1 ഡ്രോപ്പ് ചെയ്തുള്ളൂ. ഇതേതോ ഒരു പാവപ്പിടിച്ച ഭക്ഷണമൊന്നും കിട്ടാത്ത ചീപ്പായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇവന്മാർക്ക് എന്താ ഭക്ഷണം കിട്ടുന്നില്ലേ? ഇത്രയും പുല്ല് ഇവിടെ ഉണ്ടായിട്ട് കടിക്കാൻ നിൽക്കുക. ഇവൻ 3 ഇവരെ ചിലപ്പോൾ എല്ലാവരുടെയും ഫുഡ് അടിച്ച് മാറ്റിയിട്ടുണ്ടാവുക. അയ്യോ പാവം, ചെറുതിൻ്റെ അമ്മയായിരുന്നടാ, കൊന്നു ഞാൻ. ഓക്കെ, പന്നിക്കുട്ടന്മാരെ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ടവിടെ ഓടിപ്പോണേ. പറന്നുപോയി. ഓക്കെ, ഇന്ന് രാത്രി ഈ കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ജീവിക്കേണ്ടി വരും. ഇപ്പം തന്നെ ഷെൽട്ടറും കാര്യങ്ങളും ഉണ്ടാക്കിട്ടാ കുളിച്ചു തുടങ്ങാം. അയ്യോ, സങ്കടം പറയുന്നു. ഒരു ദിവസത്തേക്കല്ലേ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും ജീവിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കണം, വെച്ചാൽ മാത്രം മതി. ഗൈസ്, അപ്പം നമുക്ക് കോബിൾ സ്റ്റോൺ ഒക്കെ മൈൻ ചെയ്യാം. ഇവിടെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡും ആവാം. അയ്യേ, കോപ്പറാ ഫസ്റ്റ് കേട്ടപ്പോൾ അയാളാണെന്ന് വിചാരിച്ചു ഗൈസ്. ആ ടെക്സ്ചർ പാക്കിൻ്റെ കുഴപ്പമാണ്. 1.19 വർക്ക് ചെയ്ത് കാണുന്നത് തോന്നുന്നത്. 18, 19 വർക്കായാൽ മതിയായിരുന്നു. സ്റ്റോൺ പിക്കാക്സ്. അയ്യോ, ഡോറുണ്ടാക്കാനുള്ള ഇത്ര ഇല്ലടാ. ഇത് കുടിക്കാം. കുതിരയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
ഗൈസ് വീണ്ടും എൻ്റെ ഉള്ള മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും മോഡും കാര്യങ്ങളൊക്കെ മോഡ് വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയാം. ഡോറിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കി, ആ ഹാൻഡിലൊക്കെ ഉണ്ടോ, ഡീറ്റെയിലിങ്. അപ്പം ഇന്ന് രാത്രി ഇവിടേക്ക് ജീവിക്കാം. ഈ ഒരു ഹോളില്ലേ, ഒരു ബെഡിനുള്ള ഹോള് പോലും ഇല്ല കൈസ് നമ്മളെ അടുത്ത് തകച്ച്. രാത്രിയിൽ മുമ്പ് അയ്യോ ഫുഡും തീരും. ഫുഡ് പിന്നെ ഉണ്ട്, കുറേ ഉണ്ട്. ഇവ രണ്ടോ എത്ര അതാ ഷീപ്പുണ്ട്. ഈ ചിക്കൻസിനൊക്കെ വെറുതെ ഇട്ടേക്കാം. ഒരെണ്ണത്തിന് വെറുതെ വിടുന്നു. ഒളിച്ചിക്ക ഞാൻ കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചിട്ട്. പെട്ടെന്ന് ഇവിടെ കയറാം, വാതിലടയ്ക്കുക, ബെഡ് ഉണ്ടാക്കുക. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിളേ, ഞാൻ നിൽക്കുന്നത് മാറിപ്പോടാ. ബെഡ് ഇവിടെ, ഇതിവിടെ. കുറച്ചും കൂടി വൈൻ ചെയ്യാം, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇനി നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാം, സോഡ് ഉണ്ടാക്കാം, സ്റ്റിക്ക് ഉണ്ടാക്കിയില്ലേ. പിന്നെ നമുക്ക് ഒരു ആക്സ്, ഒരു പിക്കാക്സ് അത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മൾ കോളില്ല നമ്മളടുത്ത് കൈസ്, കോളില്ല കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പം നമുക്ക് വീണ്ടും മൈനിങ്ങിൽ തന്നെ പോകണം. കോളില്ല, അത് കുറച്ച് സീനാണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. കോളില്ലേ ഗൈസ്, കോളില്ലെങ്കിൽ കഥ തീർന്നു കേട്ടോ. പെട്ടെന്ന് രാത്രി ആവുന്നതിന് മുമ്പ് വല്ല മരവും കാര്യങ്ങളൊക്കെ മുറിക്കാം, അല്ലെങ്കിൽ അതും കിട്ടില്ല. ഫുഡൊക്കെ പിന്നെ നമ്മുടെ അടുത്തുണ്ട് കേസ്, അതൊന്നും പേടിക്കാനില്ല. മരം കത്തിച്ചിട്ട് വേണം കോളുണ്ടാക്കാൻ. അല്ലെങ്കിൽ വേണ്ട ചാർക്കോൾ ഉണ്ടാക്കാം കേട്ടോ മരം കത്തിച്ചിട്ട്. പക്ഷെ മരത്തോണ്ട് തന്നെ കത്തിക്കേണ്ടി വരും ചാർക്കോൾ ഉണ്ടാക്കണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ലോസ് തന്നെയാണ്. ഫാർമസ് ഇത്ര നേരം എൻ്റെ കയ്യിലായിരുന്നു ഫോട്ടോ. ഫാർമസിൻ്റെ ടെക്സ്ചറൊക്കെ ഉണ്ട് ഗൈസ്, സീനല്ലേ. അത് തുറന്നു നോക്കുമ്പോൾ ഇതേമാതിരി തന്നെ ഓൾഡ് മൈൻക്രാഫ്റ്റ് തന്നെ. കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആക്കണം. അപ്പം നമുക്ക് ഇവിടെ വയ്ക്കാം, ഇവിടെ ബേൺ ആവും, ക്ലേ ബേൺ ആവും. അതുണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വരെ ഉണ്ട്, പക്ഷെ എനിക്കറിയാത്തത് എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ വെച്ച സാധനം എന്താ കാണാത്ത മരം, കോപ്പർ
ഇതൊന്നും ഒട്ടിക്കാൻ പറ്റുമോ? ഇവിടുന്നുണ്ട്. എൻ്റെ അറിവിൽ സ്റ്റോൺ മാത്രമേ പറ്റുള്ളൂ. സ്റ്റോണ് മാത്രമേ പറ്റൂ. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചാനൽ വീഡിയോ തുടങ്ങിയിട്ട്. അപ്പം ഇപ്പം നേരമായിട്ടും ഒന്നുമില്ല. രാത്രി ആവാൻ ഇത്ര നേരവും ആയി കഴിഞ്ഞു. 4 ചാർക്കോളുണ്ട്. അയ്യോ വിക്കാക്കൊക്കെ അപ്പം ഇങ്ങോട്ട് വെച്ച് കത്തിക്കാം. ഓക്കെ, നമുക്കപ്പോൾ 4 ഇപ്പോഴേ തീർന്നു. വേണ്ടതൊക്കെ ഇതിന് പോട്ടെ. ഡോട്ടൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യുന്ന വെച്ചല്ലേ ഞാൻ നിൽക്കുന്നത്. അയ്യോ രാത്രി പുറത്തേക്ക് ഇറങ്ങുന്ന വേണ്ട സീനോ ഓരോ റാലി ആക്കിയേക്കാം. വെറുതെ പുറത്തിറങ്ങിയിട്ട് നമ്മളെ സ്കെൽട്ടൺ അണ്ണന്മാരും സോംബീസൊന്നും പൊടിച്ച് കൊണ്ടുപോകണ്ട. ഒന്നാമതായി എനിക്ക് പേടിയാ. വാൾ കൈ പിടിച്ചിരിക്കാം. ഫുഡ് വയ്ക്കാം. ചാടിപ്പോയി കണ്ടോ, പണ്ടത്തെ വരെയല്ല ഞാനിപ്പോൾ. അപ്പം ഗൈസ്, പണ്ട് ഞാൻ പക്കാ നോബായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കളിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇപ്പോഴും നോബ് തന്നെയാണെന്ന്. കാരണം ഫസ്റ്റ് നമ്മൾ സ്പോൺ വീണപ്പം തന്നെ കണ്ടല്ലോ, ഷീപ്പ് ഇട്ട് ഓട്ടിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്നിനടിച്ച് വീഴ്ത്തിട്ട്. ഇതൊക്കെ എന്തിനാ വേർതിരിഞ്ഞിരിക്കുന്നത്? വില്ലേജ് സാധനം പെട്ടി കണക്കൊക്കെ എടുത്തോ, പെട്ടെന്ന് അങ്ങോട്ട് പോവാ. ബൈ സി യു. ഓ കോപ്പറണ്ണൻ ഒന്നും വിചാരിക്കരുത്. പിന്നെ എപ്പോഴെങ്കിലും കാണാം കേട്ടോ. ബൈ. ഈ വീട് വേറെ ഏതെങ്കിലും പ്ലെയേഴ്സിന് ഇതായിക്കോട്ടെ. ഷീപ്പേ ഇനി എനിക്ക് ആവശ്യമില്ലടാ. ഫുള്ള് ഹേവേലുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കി ജീവിക്കാൻ പോവാ ഞാൻ. റിച്ചായി ഗൈസ്, റിച്ച് പേര് പറ്റും. റിച്ചാണെന്ന് നോക്കണം. കോടി ഗോളൊന്നൊക്കെ ഉണ്ട് ഗൈസ്. ഗോളൊന്നുണ്ടായാൽ മതിയായിരുന്നു എൻ്റെ സുരക്ഷയ്ക്ക്. അയ്യോ രണ്ടേ ഉള്ളൂ. അല്ല കുറേ ഉണ്ടായാൽ മതിയായിരുന്നു. താഴേക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പോൺ തന്നെ. ഈ സീഡ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് പോയി. ഓണുണ്ട് കേട്ടോ. ഒരു ഇടി വെച്ച് കൊടുത്തിട്ട് വന്നാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പീസ്ഫുള്ളൊക്കെ ആയിരുന്നെങ്കിൽ അത് കൊടുത്ത് അത്ര വേണമെങ്കിലും അടിക്കരുത്. പക്ഷെ ഇതിലടിച്ചാൽ ഓളൊന്നും തിരിച്ചടിക്കും. പുറത്തും ചേടാ ഞാൻ ഡയമണ്ട് ആണെന്ന് വിചാരിച്ച്. സോറി, ചെറുതായിട്ട് ത്രോട്ട് പെയിൻ ഉണ്ട് ഗൈസ്. സാഡിലൊക്കെ ഇരിക്കട്ടെ, ഒരാവശ്യമില്ല. എന്നാലും ഈ വീടൊക്കെ അപ്പം നമ്മുടേതുണ്ടോ? ഇനി മുതൽ എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങി ജീവിക്കാം. ഒരൊറ്റ ഒന്നും പറയൂല എന്നൊക്കെ കരുതുന്നു. ഗോളെന്നാണ്ട് പോയി ഒരു അടി കൊടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട് നല്ല രസമുണ്ടല്ലോ. മൈ ഫ്യൂച്ചർ വീട് ഗൈസ്. ചെസ്റ്റൊക്കെ ഉണ്ട്. ബ്രെഡ് എനിക്ക് വയ്യ. എൻ്റെ ചെസ്റ്റ് അവിടെ ഗൈസ്. അല്ലേ വേണ്ട, ഇത് വേണ്ട, ഇവിടെ വേണ്ട. ഇതും കൂടി നമ്മളെടുക്കാം. നമ്മളെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കാം. അതായിരിക്കും നമുക്ക് നല്ലത്. ഹങ്കർ ബാറൊക്കെ തീരുന്നു ഗൈസ്. മട്ടൻ, ഇറച്ചി, ചിക്കൻ
ഫുഡ് അമൂല്യമാണ്. ഗോളണ്ണ ഹായ് പറ. ഹായ് പറയൂ. ഹൗ ആർ യു? അപ്പോൾ നമ്മൾ സ്ഥലം മാറ്റി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഷീപ്പൊക്കെ ഇവിടെ നമ്മളെ തെരഞ്ഞു വന്നതാണ്ടോ ഇവിടേക്കല്ലോ വീട്, ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കണോ ഞാൻ എന്ത് പൊടണമെന്നല്ലേ? ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാനോ? ഞാൻ അങ്ങനെ കുറേ പൊട്ടത്തരകൾ ചെയ്യാറുണ്ട് കേട്ടോ. മുങ്ങിയിട്ട് ഇവിടെ എത്താം. ഇവിടെ കയറാം. ഹേബയിലെടുക്കാം. ഇത് മറക്കരുത്, ഇതാണ് നമ്മളെ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ഗൈസ്. സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൽ ലോജിക്കില്ല. കണ്ടോ ഓർത്താൻ നിൽക്കണേ. ഇത് ടെറാക്കോട്ട അല്ലേ? ടെറാക്കോട്ടൊക്കെ ഇപ്പം ടെക്സ്റ്ററാണ്. അയ്യോ അതിലില്ലേ, ഇതൊക്കെ ചെറിയ ചെറിയ വീടുള്ളൂ ഗൈസ്. കുറച്ച് വലിയ വീട് എവിടെയോ വന്നാൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ. ബാക്കി എല്ലാവർക്കും ഈ വീട് നല്ലല്ലോ, കൊള്ളാലോ. വേണ്ട പാവ വില്ലേജേഴ്സ് അല്ലേ, നമുക്ക് തന്നെ വീടുണ്ടാക്കാം അവിടെ. അപ്പം ഗൈസ് ഞാൻ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പം ഗൈസ് വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് വീട്, ഉള്ളിലൊക്കെ കയറി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ വീടുള്ളത്. അപ്പം ഇത് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടിച്ചേക്കാം. അയ്യോ പൊട്ടിച്ച ചാർക്കോളാണ് കൈസ് കിട്ടുക. വൃത്തി കെട്ടവൻ. 999+7 കുഴപ്പമില്ല. 2 ഗോളണ്ണനെ കൊല്ലാൻ സമയമായിരിക്കുന്നു മക്കളെ. ഗോളണ്ണ എന്താണ്, ചാവ റെഡിയാണോ? ഓടിക്കോ. തെറിച്ച് പറഞ്ഞില്ല സീനാണ്. ബോധായിരുന്നു. നിന്നെയൊക്കെ രക്ഷിക്കാൻ ആറുണ്ടടാ അവളെ. പറടാ, നീ വില്ലേജ് എൻ്റെ സ്വന്തം.
ഇതാണ് നോക്കിക്കടാ. അപ്പം ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.